ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കുറച്ച് മാറി എരുമേലിയൊക്കെ അടുത്തായിട്ടുള്ള അഞ്ചുകുഴി പഞ്ചതീർത്ഥ ദേവീക്ഷേത്രത്തിലാണ് ഉള്ളത്. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ വീഡിയോ പങ്കുവയ്ക്കാം. ഓക്കെ, കാണാം. കോട്ടയം ജില്ലയിൽ നിന്നും 4 കിലോമീറ്റർ മാറി എരുമേലിക്കടുത്ത് അഞ്ചുകുഴി പഞ്ചതീർത്ഥ ദേവസ്ഥാനം, അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള ഒരു ക്ഷേത്രം. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ദേവീ വിഗ്രഹം ഇല്ലാത്ത എന്നാൽ പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ഒരു ക്ഷേത്രം കൂടിയാണ് ഈ പഞ്ചതീർത്ഥ ക്ഷേത്രം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല ഒരു തണുത്ത അന്തരീക്ഷവും മനസ്സിന് സമാധാനവും കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഈ അഞ്ചുകുഴി എന്ന് പറയുന്ന സ്ഥലം. അതേപോലെ തന്നെ ഇവിടെ വരുന്നവർ മഴയുള്ള സീസണിൽ നോക്കി വരിക. എന്നാൽ ഈ തോട് നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന കാഴ്ച, അതിമനോഹരമായ ആ പതഞ്ഞൊഴുകുന്ന കാഴ്ച നമുക്ക് കാണാനും ആ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാനും മനസ്സ് കുളിർക്കെ നമുക്ക് ഇവിടുന്ന് പോകാനും സാധിക്കുന്നതാണ്. ഇവിടെയൊക്കെ ഇപ്പം വെള്ളം കുറവായിരുന്നു നമ്മൾ പോയ സമയത്ത്. അപ്പോൾ നിങ്ങൾ മഴയുള്ള സീസണിൽ മാത്രം ഇവിടേക്ക് വരാൻ ശ്രമിക്കുക. കാരണം അത്രയ്ക്ക് ഒരു പൂർണ്ണമായും ഭംഗി കിട്ടണമെങ്കിൽ ആ മഴ സീസണിൽ വന്ന് ആ വെള്ളം ഈ ക്ഷേത്രത്തിന് അരികിലൂടെ, അതായത് ദേവിയെ തൊട്ട് തഴുകി ഒഴുകുന്ന കാഴ്ച കാണണമെങ്കിൽ നിങ്ങൾ മഴക്കാലത്ത് തന്നെ വരണം. ഇപ്പോൾ ചെറിയൊരു മഴ സീസണിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഒക്ടോബർ മാസമാണോ ആദ്യമാണോ, അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള വെള്ളം ഉള്ളത്. അപ്പോൾ അവിടെ മഴ നല്ല രീതിയിൽ പെയ്യുന്ന സമയത്താണ് പോകണമെങ്കിൽ ആ തോട് അല്ലെങ്കിൽ ആ നദി കവിഞ്ഞൊഴുകുന്ന കാഴ്ച, അതായത് നല്ല പതഞ്ഞ് ഒഴുകുന്ന ഒരു കാഴ്ചയും നമുക്കവിടെ ഒരുപാട് വഴിപാടുകൾ നടത്താം. പിന്നെ ഈ കാണുന്നതാണ് ശാസ്താവിൻ്റെ ഒരു ക്ഷേത്രമാണ്. ആ മുകളിൽ കാണുന്നത് പഞ്ചവനമെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ താഴെ കാണുന്ന ഭാഗങ്ങളെല്ലാം നല്ല മഴയുള്ള സീസണിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു ഭാഗമാണിത്. ഇതിന് മുകളിൽ കാണുന്നത് എസ്റ്റേറ്റാണ്. കൈതച്ചക്കയും മറ്റുള്ള കാര്യങ്ങളുമായിട്ടുള്ള ഒരു വലിയൊരു എസ്റ്റേറ്റാണ് ആ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുളിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്, വഴുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ കൊച്ചുങ്ങളുമായിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല അടിപൊളി ആണ് കാണാനായിട്ട്. അതായത് നമ്മൾ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമ്മുടെ കാഴ്ചയിൽ കുളിരേകുന്ന കുറേ അനുഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. എൻ്റെ അനുഭവത്തിൽ തന്നെ നല്ല ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മനസ്സിന് ഒരു കുളിർമ ഉണ്ടാവുകയും നമ്മൾ എന്താണോ, അതായത് ഒരു മനസ്സിന് ശാന്തിയും ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ നേരിട്ട് അനുഭവപ്പെട്ടത്. അപ്പോൾ നിങ്ങളും ഇതുവഴി വരികയാണെങ്കിൽ നിങ്ങൾ എരുമേലിക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 4 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് തൊട്ടരികിലാണ് ഈ അഞ്ചുകുഴി പഞ്ചതീർത്ഥ ക്ഷേത്രം അല്ലെങ്കിൽ ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുകളിലായി അഞ്ചുകുഴി വാട്ടർഫാൾസും ഉണ്ട്. ഈ കാണുന്ന ഭാഗങ്ങളാണ് അഞ്ചുകുഴി എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഒരു 5 കുഴി ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗത്ത് 5 കുഴി ഉണ്ടാവാൻ കാരണമെന്ന് പറയുന്നത്, പണ്ട് വനവാസക്കാലത്ത് പാണ്ഡവർ ഈ വനത്തിൽ വരികയും ഇവിടെ സ്നാനം ചെയ്യുകയും അതേപോലെ തന്നെ അന്നത്തെ ഒരു ദേവി പ്രതിഷ്ഠപ്പെട്ട് ഇവർക്ക് അനുഗ്രഹവും ചെരിയുകയും ചെയ്ത ആ ഒരു സ്ഥലം കൂടിയാണ് ഈ പഞ്ചതീർത്ഥ ദേവസ്ഥാനം. അതാണ് ഈ ഭാഗത്ത് വിഗ്രഹമില്ലാതെ ആരാധിക്കുന്ന ഏക ക്ഷേത്രം കൂടെയാണ്. അപ്പോൾ പഞ്ചപാണ്ഡവരുടെ മുന്നിൽ പ്രതിഷ്ഠപ്പെട്ട ആ ദുർഗാദേവിയുടെ ഒരു ഭാവമാണ് ഇവിടെ ഉള്ളത്. നല്ല നമുക്ക് എന്ത് കാര്യം മനസ്സിൽ
വിചാരിച്ചാൽ നടക്കും എന്നുള്ള ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ വെറും വെള്ളം കുറവുള്ള സീസണായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടേക്ക് ഇറങ്ങി നിൽക്കാനും അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു രീതിയിലൊക്കെ നമുക്ക് എടുക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ ഇത് നല്ല വെള്ളമുള്ള സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇതിന് മുകളിൽ നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അവിടെ കുളിക്കാനുള്ള വാട്ടർഫാൾസ് ഉണ്ട്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ നിന്നും നമുക്ക് തൊട്ടരികിലുള്ള ശാസ്താ ക്ഷേത്രത്തിലും ബാബർസ്വാമി നടയിലും അതേപോലെ തന്നെ മലയാലപ്പുഴയും ഒക്കെ പോകാൻ വലിയ ദൂരം ഇല്ല. നമുക്കൊരു ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ വെളുപ്പിനൊരു 7-7:30-8 മണിക്കകത്ത് നിങ്ങളിവിടെ വരികയാണെങ്കിൽ ആ അന്തരീക്ഷത്തിൽ ഈ ക്ഷേത്രം കാണുകയാണെങ്കിൽ അതിമനോഹരമായ ഒരു പ്രത്യേക ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് ആ മഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഒരു പ്രത്യേക ഫീലിംഗ്. ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്, അതാണ് ഈ ഒരു രീതിയിലുള്ള കാഴ്ച. ഒന്നീ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്ത്. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഉള്ള ദിവസം ഏതെന്ന് വെച്ചാൽ വെള്ളി വൈകുന്നേരത്താണ് ഇവിടെ ഈ പൂജകൾ മെയിനായിട്ടുള്ള പൂജ നടക്കുന്നത്, വെള്ളിയാഴ്ച. ബാക്കിയുള്ള എല്ലാ ദിവസവും നിത്യപൂജ ഉണ്ട്. ഈ വെള്ളിയാഴ്ചയാണ് പ്രധാനപ്പെട്ട ദിവസം ഈ ക്ഷേത്രത്തിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് നേരെ എരുമേലിക്കുള്ള റോഡിൽ നിന്ന് ഈ പഞ്ചതീർത്ഥ എന്ന ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇനിയും കാണും വരയ്ക്കും വണക്കം. മണിയൻസ് ബ്ലോഗ് സൈനിങ് ഔട്ട്.